മനയിലെ സോമയാഗാവസാനത്തിൽ യാഗശാല അഗ്നിക്ക് സമർപ്പിച്ചതോടെ തൃശൂർ ചെറുവത്തേരി ആരൂർ മനയിലെ വാസുദേവൻ ഭട്ടതിരിപ്പാട് വാസുദേവൻ സോമയാജിപ്പാടായി. ഭാര്യ മായന്നൂർ പിടിക്കപ്പറമ്പ് സജിത പത്തനാടി. യാഗപാരമ്പര്യത്തിന്റെ മുറിയാത്ത കണ്ണികളിലൊന്നായി ആരൂർ മന ഇന്നും തുടരുകയാണ്. മാധ്യമപ്രവർത്തകനും തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റുമായിരുന്ന വാസുദേവനിൽ നിന്നും സോമയാജിപ്പാടാകുന്നതിലേക്കുള്ള യാത്ര നദിയുടെ സ്വാഭാവിക ഒഴുക്കുപോലെയായിരുന്നു. സോമരസം മുഖ്യ ഹവിസായ അഗ്നിയിൽ ഹോമിക്കുന്ന യജ്ഞമാണ് സോമയാഗം. വസന്ത ഋതുവിലെ ഉത്തരായനവും വെളുത്തപക്ഷവും ദേവനക്ഷത്രവും കൂടിയ ശുഭവേളയിലാണ് യാഗം ആരംഭിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളാൽ പ്രകൃതിയെ തന്നെ ശുദ്ധീകരിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്ന തത്വമാണിവിടെ. ഒരിക്കലും ഞാൻ അത്തരമൊരു യാഗം ചെയ്യുന്നൊരു കാര്യമായിട്ട് ആലോചിക്കുക അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭാഗത്തുനിന്നുള്ളൊരു ചർച്ചകളോ അല്ലെങ്കിൽ എനിക്കൊരു പ്രേരണയൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതശൈലിയൊക്കെ ഞാൻ ജനിച്ചു വളർന്ന കുടുംബത്തിലെ എൻ്റെ പാരമ്പര്യം അനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് ആ കാലഘട്ടത്തിലും പത്രപ്രവർത്തനത്തിൽ സജീവമായിരിക്കുന്ന കാലഘട്ടത്തിലും അങ്ങനെ അതിനെ എന്താ പറയണ്ടേ എല്ലാവിധത്തിലും അംഗീകരിച്ചുകൊണ്ടും അല്ലെങ്കിൽ അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചിട്ടകളൊക്കെ നിലനിർത്തിക്കൊണ്ടായിരുന്നു എൻ്റെ ജീവിതം മുഴുവൻ തന്നെ. അതിനുശേഷം ഈ 2018 അഗ്നി ആധാനം എന്ന ഇതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടം ചെയ്യാൻ 3 കൊല്ലത്തെ ആലോചനയ്ക്ക് ശേഷമാണ് ഞാൻ അതിന് തയ്യാറാവുന്നത്. പെരുവനം ഗ്രാമത്തിൽ ആഭിജാത്യം, അഗ്നിഹോത്രം, ഭട്ടവൃത്തി എന്നീ 3 യോഗ്യതകളുള്ള അപൂർവം കുടുംബങ്ങളിലൊന്നാണ് ആരൂർ മന. തലമുറകളായി യാഗപാരമ്പര്യം നിലനിൽക്കുന്നു ഇവിടെ. വാസുദേവൻ അടിതിരിപ്പാടിന്റെ വലിയച്ഛനും മുത്തച്ഛനും അടിതിരിപ്പാടുമാരായിരുന്നു. മുതുമുത്തച്ഛൻ സോമയാജിപ്പാടുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാഗ സംസ്കാരത്തിൽ ഉൾപ്പെട്ടുള്ള ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചും പെരുവനം ഗ്രാമത്തിൽ അഗ്നിഹോത്രികൾ, അതായത് യാഗം ചെയ്തിട്ടുള്ള ആൾക്കാരെ കുറഞ്ഞു വരുന്നു എന്നുള്ള പല ആൾക്കാരെ ഉത്കണ്ഠയും ഒക്കെ കൂടി ഞാനിതിന് അർഹതപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള നിലയ്ക്കും എനിക്ക് നിരന്തരമായിട്ടുണ്ടായിട്ടുള്ള എന്നോടുണ്ടായിട്ടുള്ള അഭ്യർത്ഥനകളും അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ മാനിച്ചുകൊണ്ടാണ് കുറേയേറെ ബുദ്ധിമുട്ടുകൾ ഉള്ളൊരു കാര്യമാണെങ്കിലും ഞാനതിന് തയ്യാറാവുന്നത്. അങ്ങനെയാണ് 2018 ഏപ്രിൽ മാസം അവസാനം പെരുവനത്ത് വെച്ച് അഗ്നിയാധാനം എന്നുള്ള ചടങ്ങ് ചെയ്ത് അടിതിരിയാകുന്നത്. ആരൂർ മനയുടെ യാഗപാരമ്പര്യത്തിന്റെ അവശേഷിപ്പുകൾ താളിയോലക്കെട്ടുകളായി ഇവിടെ കാണാം. തലമുറകളായി കൈമാറി വന്ന ജ്ഞാനത്തിന്റെ ശേഖരം. 1 വർഷത്തെ ചിട്ടയായ പരിശീലനവും ഒരുക്കവും വേണ്ടിവന്നു യജമാനനാവാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അടിതിരി ആയതിനു ശേഷം മാത്രമേ സോമയാഗം ചെയ്യാനുള്ളൊരു അർഹത നമുക്ക് കൈവരുന്നുള്ളൂ. ഇതിൻ്റെ ഒക്കെ ഉപരിയായിട്ട് നമ്മുടെ പത്നി അല്ലെങ്കിൽ എൻ്റെ ഭാര്യ തയ്യാറായാൽ മാത്രമേ ഈ ചടങ്ങുകൾ ഒക്കെ തന്നെ എനിക്ക് ഏറ്റെടുക്കാനോ അത് നിർവഹിക്കാനോ ഉള്ള അവരുടെ സഹകരണം കൂടി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ ഈ ആധാനത്തിൻ്റെ വിഷയം വരുന്ന സമയത്തും ആലോചിച്ച് തീരുമാനിച്ച് അതിൻ്റേതായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരതിന് തയ്യാറായിട്ടുള്ളത്. യാഗശാലയിൽ യജമാനനാവുമ്പോൾ പാലിക്കേണ്ട അതികഠിനമായ ചര്യകൾ സമൂഹ നന്മയ്ക്കായുള്ള ത്യാഗമായാണ് കാണുന്നത്. പ്രകൃതിയുടെ മലിനത നീക്കുകയാണ് യാഗങ്ങളുടെ ഫലപ്രാപ്തി എന്ന് വാസുദേവൻ സോമയാജിപ്പാട് പറഞ്ഞു. അവിടെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തന്നെ പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ പ്രകൃതിയിലെ എന്താ പറയുക മാലിന്യങ്ങൾ ഒഴിവാക്കത്തക്ക രീതിയിലാണ് കർമ്മങ്ങളിലേക്ക് നമ്മളെ ഇറങ്ങിച്ചെല്ലുമ്പോഴേ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത് കേവലം ഒരു പ്രചരണത്തിന് വേണ്ടി നടത്തുന്നതല്ല എന്നും അതിൽ ചെല്ലുന്ന ഓരോ മന്ത്രങ്ങളും അല്ലെങ്കിൽ അതിൽ നടക്കുന്ന ചടങ്ങുകളൊക്കെ തന്നെ ഈ പ്രകൃതി സംരക്ഷണത്തിന് ഉതകുന്ന രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തികച്ചും ഈ യാഗം കഴിഞ്ഞിട്ടും ദിവസങ്ങളോളം അവിടെ ഉറക്കെ ചെല്ലിയ അല്ലെങ്കിൽ ഒട്ടേറെ മന്ത്രങ്ങളൊക്കെ തന്നെ ആകെ ഒരു എന്താ പറയണ്ടേ വീണ്ടും പ്രതിഫലിക്കുന്ന രീതിയിൽ എനിക്ക് ഉൾക്കൊള്ളാനാണ് എനിക്ക് സാധിച്ചിട്ടുള്ളത്. യാഗാനന്തരം സ്വഭവനത്തിലെത്തുന്ന തീർത്ഥാഗ്നി 3 കുണ്ടങ്ങളിലായി നിത്യവും അഗ്നിഹോത്രം ചെയ്ത് സംരക്ഷിക്കുകയും ജീവിതാവസാനം ശരീരം തന്നെ അഗ്നിക്ക് ഹവിസായി സമർപ്പിക്കുന്ന ഉപാസനയാണ് യാഗം. പ്രകൃതിയെയും ജീവജാലങ്ങളെയും ഇണക്കി ചേർക്കുന്ന പദ്ധതി. വ്രതം കൊള്ളുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങ് ആരംഭിക്കുമ്പോൾ ആരോടും സംസാരിക്കാൻ പാടില്ല. മുഷ്ടി പിടിച്ചുകൊണ്ട് വേണം ആ വ്രതം ആരംഭിച്ചു കഴിഞ്ഞാൽ. തലയിൽ തലപ്പാവ്, അതായത് ഒരു 16 തോർത്തുമുണ്ട് കൂടിയിട്ടുള്ള ഒരു തലപ്പാവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അത് തലയിൽ വയ്ക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. അതേപോലെ തന്നെ കയ്യിലൊരു ദണ്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും നിലയ്ക്ക് അരയിൽ നമുക്കൊരു പുല്ല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ വ്രതം കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് കെട്ടിയിട്ടുള്ള മറ്റൊരു ചരട് പോലെയുള്ള ഒരു ആവരണമുണ്ട്.
ഏതെങ്കിലും നിലയ്ക്ക് നമുക്ക് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗത്ത് സ്പർശിക്കാനോ ചൊറിയാനോ നമ്മൾ കൈകൊണ്ട് തൊടാൻ പാടില്ല. അതിന് പ്രത്യേകമായിട്ട് വസ്ത്രത്തിൻ്റെ തലയ്ക്ക് ഒരു പ്രത്യേക അവയവം അല്ലെങ്കിൽ ഒരു ഭാഗം നമുക്ക് ഒരു എന്താ പറയണ്ടത്, ഒരു സാധനം നമുക്ക് കെട്ടി തന്നിട്ടുണ്ട്. ഒരു കൊമ്പ് ആണ്, ഒരു കൊമ്പിൻ്റെ കഷ്ണമാണ്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെ അതേപോലെ തന്നെ ഭക്ഷണത്തിൽ ക്രമമുണ്ട്. അവിടെ ഈ യാഗത്തിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഹോമിക്കാൻ തയ്യാറാക്കുന്ന പാല് ആണ് നമുക്ക് ഭക്ഷണം. മറ്റൊന്നും തന്നെ കഴിക്കാൻ പാടില്ല. ഇതൊന്നും തനിക്ക് വേണ്ടിയല്ല എന്ന സമർപ്പണമാണ് യജ്ഞം. യജ്ഞശാലയിൽ ആചാര്യൻ ഏറ്റവും അധികം ഉരുക്കഴിക്കുന്ന മന്ത്രവും ഇതാണ്. എല്ലാം പ്രപഞ്ചത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായി മാറും.